ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അമ്മയും കൂടെ ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഉള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പം വന്ദേ ഭാരതിലാണ് ഞങ്ങൾ പോകുന്നത്. രാവിലെ എനിക്കൊന്നൊരു 5:15 തോന്നുന്നു ട്രിവാൻഡ്രത്ത് നിന്നുള്ളത്. അപ്പം അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളെ കാണിച്ചു തരുന്ന പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള വിശേഷംസൊക്കെ ഇനി വഴിയേ വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കയറി എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇങ്ങനെ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനി ഞാൻ ഇനി വരുന്നുണ്ട്, ഇനി ബാക്കി വീഡിയോസിലോട്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നൊരു ബിസ്ക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻസ്റ്റൻറ്റ് ടീ, ഇത് തന്നെയാണ് തന്നത്. ഈ രണ്ട് സാധനം തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല, കുറച്ച് നാളായത് ഞാൻ പോയിട്ട്. ഇഡ്ഡലിയും പിന്നെ ചോക്കോപ്പൈ ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ പുലാവ് അല്ലെങ്കിൽ പായസം, അങ്ങനത്തെ ഒരു ഐറ്റം സാധനങ്ങളൊക്കെ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കൊച്ചിയിലെത്തിയിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തോട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് വേണം, അതിൻ്റെ അടുത്താണ് ഈ ദാലു ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള, അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഓഡീഷൻ ഉള്ളത്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകാൻ വേണ്ടി എറണാകുളം ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ടാട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടുള്ള വിശേഷം കാണിച്ചു തരാം. അപ്പം നമ്മൾ കൊച്ചിയിലെത്തി. ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ബ്ലൂംസ് കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ക്യാമറ തിരിച്ചോട്ടെ. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വാർഡ്രോബുണ്ട്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ടോയ്ലറ്റാണ്. അത് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിക്കാം. അപ്പം ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വാഷ്റൂം കാണിച്ചു. ഇതാണ് വാഷ്റൂം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് റെഡിയായി ദാലു ഫാഷൻ ഫാക്ടറിയിലോട്ട് പോകണം. അവിടെ വെച്ചിട്ടാണ് ഓഡീഷൻ. അവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു റാമ്പ് വാക്ക് ചെയ്യണം, പിന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, കാണാമെന്ന് തോന്നുന്നു. പിന്നെ റെഡിയായി അങ്ങോട്ട് പോവാണ്. അപ്പം നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ വഴിയേ അറിയാം. ടാറ്റാ. അപ്പം നമ്മളങ്ങനെ ദാലു ഫാഷൻ ഫാക്ടറിയിലെത്തി. എന്നിട്ട് ഞങ്ങളുടെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ അതിന് മുന്നേ നമ്മളെ ജഡ്ജസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു, ആരൊക്കെയാണ് ജഡ്ജസ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു. റാമ്പ് വാക്ക് ചെയ്തതിന് ശേഷം പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടാലൻറ്റ്, അത് അവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇഷ്ടമുള്ള എന്ത് ടാലൻറ്റ് വേണോ ചെയ്യാം എന്നുള്ളത്. അപ്പം കുറേ പേര് സംസാരിക്കും. ഇപ്പം എന്തെങ്കിലും ടോപ്പിക്ക് നിന്നിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മോണോ ആക്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു മിസ് കാറ്റഗറി ഉണ്ടായിരുന്നു, മിസ്സസ് കാറ്റഗറി ഉണ്ടായിരുന്നു. ഒരു 15 ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻസ്, ഓൾമോസ്റ്റ് 15 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ ഓരോരുത്തരുടെ ടാലൻറ്റ് റൗണ്ട്സ് കാണിക്കുന്നതാണ്. അപ്പം ഓരോരുത്തർ വരും, അവർ റാമ്പ് വാക്ക് ചെയ്യും, പിന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കും, പിന്നെ ടാലൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജഡ്ജസിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഡീഷന് സെലക്ട് ആയോ ഇല്ലേ എന്നുള്ളത് അവർ നമുക്ക് മെയിൽ അയച്ചിട്ട് പറയും. എങ്ങനെയാണ് എനിക്കൊന്ന് ഒരു 2 ഡേയ്സോ 1 ഡേയ്ക്കുള്ളിലോ നമ്മളോട് പറഞ്ഞുതരും.
അപ്പം അത് കഴിഞ്ഞ് ജസ്റ്റ് എല്ലാവരും ജഡ്ജസും കണ്ടസ്റ്റൻസും എല്ലാവരുമായിട്ട് ഒന്നിച്ച് വരുന്നു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ജസ്റ്റ് സ്നാക്സൊക്കെ കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ് പിന്നെ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞ് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് പിന്നെ തിരിച്ചത്. അപ്പം ആ ടൈമിൽ ഞങ്ങൾക്ക് ചുമ്മാ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഇറങ്ങി. ഇവിടെ പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തോർന്നു നിന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ മിനിസോയിൽ പോയി. മിനിസോയിൽ വേറെ ഒരുപാട് ടൈമും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം ജസ്റ്റ് മിനിസോയിൽ പോയി. മിനിസോയിൽ ചുറ്റും കയറി കുറേ സാധനങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ കയറാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയി. മിനിസോയിൽ അടുത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് മിനിസോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മിനിസോയിൽ പോയിട്ട് പിന്നെ സ്റ്റുഡിയോ അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു പിന്നെ ചെയ്തത്. അതായത് മിനിസോയിൽ കയറാൻ വന്നു. അപ്പം മിനിസോയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇപ്പം നെക്ക് പില്ലോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ബാഗ് സെക്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമായിട്ട് അതിലോട്ടാണ് ഫസ്റ്റ് പോവുക. നോട്ടമൊക്കെ ആദ്യം ബാഗിലോട്ടാണ് പർച്ചേസ് ചെയ്യുക. നമ്മുടെ കുറേ ടോയ്സ്. മിനിസോയിൽ നിന്ന് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോയിൽ എന്തായിരുന്നു വാങ്ങി, എനിക്കൊന്നൊരു പാൻറ്റും ഒരു ടീഷർട്ടും വാങ്ങിച്ചെന്ന് തോന്നുന്നു. അവിടുന്ന് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ടൈമിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചപ്പലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് സാധനം വാങ്ങിച്ചായിരുന്നു. മിനിസോയിൽ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ സ്റ്റുഡിയോയിൽ ആ ടൈമിൽ ഓഫറും ഉണ്ടായിരുന്നു. ഈ ടീഷർട്ടൊക്കെ 199, 299 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ഇതായിരുന്നു. അപ്പം ഞാൻ കൊച്ചിയിൽ ആക്ച്വലി സ്റ്റുഡിയോയിൽ പോയിട്ടില്ല. അപ്പം അങ്ങനെ ചുമ്മാ കയറിയിട്ട് വരാം. സ്റ്റുഡിയോയിലും പോയിട്ടില്ല, മിനിസോയിലും പോയിട്ടില്ലായിരുന്നു കൊച്ചിയിൽ. അപ്പം ഞാൻ വെച്ചു എന്തായാലും വന്നതല്ലേ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞ് ചുമ്മാ കറങ്ങാൻ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പം അവിടെയുള്ള ഞാൻ വെച്ചു അവിടുത്തെ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം, എന്തൊക്കെയാണുള്ളത്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തൊക്കെയാണുള്ളത്, ഡ്രസ്സും ചപ്പൽസും അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ചപ്പൽസിനും ഷൂസൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടത് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ ഉള്ളതായിട്ട് തോന്നി. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ ഈ എന്തുവാ സാധനങ്ങളൊക്കെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിലും ഈ തൂക്കി കൊടുക്കുമല്ലേ, ഇത്ര ഇതിന് വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പം അങ്ങനൊരു കട തപ്പി പോയതാണ് ഞങ്ങൾ. എനിക്കൊന്ന് 1 കിലോ 800 രൂപ അങ്ങനെ എന്തൊരു സംഭവം. അങ്ങനെ ഒരു കടയിൽ പോയതാണ് ഞങ്ങൾ. പിന്നെ അല്ലാതെ ചെറിയ ചെറിയ കട, പിന്നെ ഞങ്ങൾ പോയപ്പോഴേക്ക് കുറേയും റീറ്റെയിൽ ഷോപ്സ് ആയിരുന്നു. അല്ല റീറ്റെയിലല്ല, ഹോൾസെയിൽ ഷോപ്പ്, തിരിഞ്ഞുപോയി. ഹോൾസെയിൽ ഷോപ്പായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഞങ്ങൾ പോയ ലൈനിൽ. പിന്നെ ഈ കട ചോദിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതെ ഇത് തന്നെ 1 കിലോ 888 എന്നുള്ള കടയിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഇങ്ങനെ വാരിയിട്ടേക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തപ്പി കണ്ടുപിടിച്ച് എടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസ് എല്ലാ സംഭവങ്ങളും കറക്റ്റാണോ നോക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെയും കൂടെ കയറിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചിനി ട്രിവാൻഡ്രത്തോട്ട് വരുവാണ്. ബാക്കി നമ്മൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയായിരുന്നു ഓഡീഷൻ്റെ റിസൾട്ട്, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.